മിസ് മീര പത്മനാഭൻ, ഞാൻ ഡോക്ടർ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ്. നിങ്ങളുടെ അച്ഛൻ പത്മനാഭ പിള്ളയുടെ ഒരു പഴയ സഹപ്രവർത്തകൻ, അടുത്ത ചങ്ങാതി. എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ അറിയിക്കാനുണ്ട്. നിങ്ങളുടെ അച്ഛന് വന്നു ചേരേണ്ട ഒരു വലിയ സ്വത്തിൻ്റെ ഓഹരി ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഉപേക്ഷ വിചാരിക്കരുത്. എൻ്റെ മുൻപിൽ ഇനി അധിക സമയമില്ല. ഒറ്റയ്ക്ക് വരാൻ മടി തോന്നുന്നുവെങ്കിൽ വിശ്വസ്തനായ ഒരാളെ തുണയായി കൂടെ കൂട്ടാം. അതൊരു പോലീസുകാരനാവാതിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഹലോ, ഞാൻ ക്രിസ്റ്റി, ഡോക്ടർ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ്. എഴുത്ത് വായിച്ചു കഴിഞ്ഞല്ലോ. Now, turn the page. ഒരുപാട് ചോദ്യങ്ങൾ കാണുമെന്നറിയാം. എല്ലാം നേരിൽ കാണുമ്പോൾ പറയാം. മിസ്റ്റർ മംഗലശ്ശേരി ഷെർലക് ഹോംസ്, എനിക്കൊരു സഹായം വേണം. മംഗലശ്ശേരി ഷെർലക് ഹോംസ്, നല്ല പേര്. നിനക്ക് പറ്റിയ ഒരു പ്രിമൈസാണിത്. വിക്ടോറിയൻ ലിറ്ററേച്ചറിന്റെ ഫിക്സേഷനുള്ള ഒരുത്തിക്ക് പറ്റിയ പ്രിമൈസ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ ലോകത്തിലെ ഏറ്റവും വെറുത്തിരുന്നത് സ്വന്തം അച്ഛനെ. അച്ഛനോ അഴിമതിക്കാരനും അൺകൂത്തുമായ ഒരു കണ്ടാങ്ക്രസ് ജയിലർ. 1 വർഷം മുമ്പ് കാണാതാവുന്നു. എന്നിട്ടോ ഇപ്പോഴിതാ മകളെ തേടി അച്ഛനുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന സ്വത്ത് ഒരു നീറ്റ്ലി റിട്ടൺ ലെറ്ററിൽ അവളെ തേടിയെത്തുന്നു. ക്വസ്റ്റ്യൻ: ഇതൊരു ബെയ്റ്റ് ആണോ അതോ ഈസ് ഇറ്റ് ആൻ ഓഫർ? ആൻസർ ക്യാൻ ബി ബോത്ത്. ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. ആരായിരിക്കും ജയിലർ പത്മനാഭപിള്ളയുടെ ഈ അജ്ഞാത സുഹൃത്ത്? എനി ഐഡിയ? നോ ഐഡിയ. അച്ഛന്റെ കീഴിൽ 2 ജയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സെൻട്രൽ ജയിലും പിന്നെ എന്നെ അമ്മയും തടവുകാരെ പാർപ്പിച്ചിരുന്ന മംഗലശ്ശേരി മാൻഷനും. ടിപ്പിക്കൽ ലൈക്ക് എ ജയില്. ഒരു ജയിലിൽ നടക്കുന്നത് മറ്റേ ജയിലിൽ അറിയില്ലല്ലോ. ഐ ഹാവ് പെർഫെക്റ്റ്ലി നോ ഐഡിയ. 1 വർഷമായി പത്മനാഭപിള്ളയെ കാണാതായിട്ട്, അല്ലേ? മാൻ മിസ്സിംഗ്. അയാൾ ചത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി താൻ കുഴിച്ച കുഴികളിൽ എവിടെയെങ്കിലും കാണും. ഐ ഡോണ്ട് കെയർ. എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ നിന്റെ അമ്മയെ, എന്റെ ശാരദ ചേച്ചിയെ പെണ്ണ് കാണാൻ വന്ന ദിവസം. അറ്റ് ദ ഫസ്റ്റ് ലുക്ക് ഐ ന്യൂ ഹി വാസ് എ ക്രൂക്ക്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഉമ്മറത്ത് വരാതെ അകത്തളത്തിൽ നിന്ന് തലകുനിച്ച് തള്ളവിരൽ കൊണ്ട് നിലത്ത് ചിത്രം വരയ്ക്കുന്ന ടിപ്പിക്കൽ ചന്തുമേനോൻ പെൺകൊടി. അതായിരുന്നല്ലോ നിന്റെ അമ്മ. സർവം സഹയായ പതിവ്രത. നിന്നെ കാണുമ്പോൾ ഞാൻ ചിരിക്കുന്നത് തന്നെ നിനക്ക് നിന്റെ അച്ഛന്റെ ഛായ ഇല്ലാത്തത് കൊണ്ടാണ്. ബാലുമാമേ, എഴുത്തി പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. മേ ബി ആരെങ്കിലും എന്നെ പറ്റിക്കാൻ എഴുതിയതാവൂ. എന്താ പേര്? ഡോക്ടർ ക്രിസ്റ്റ്. നീ ഇവിടെ നിൽക്ക.
Welcome, Mira. And I am Dr. Christopher Fernandez. Call me Christy. ഊമയ ഇത് ഇസ് ദിസ് യുവർ ഫ്രണ്ട്? എൻ്റെ അമ്മാവനാ. ബാലചന്ദ്രൻ. ഹലോ. തുടങ്ങാം. സമയം കുറച്ചേ ഉള്ളൂ. മീരയുടെ അച്ഛൻ ജയിലർ പട്നാവളുടെ കീഴിൽ ഡോക്ടറായിരുന്നു കുറച്ച് കാലം. about 10 years. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ നാട് വിട്ടു. ഒരുപാട് അടുത്തായി. എങ്ങും ഉറക്കാണ്ട് ഇപ്പം ഇവിടെ എത്തിയിട്ട് 6 months. പത്മനാഭ പിള്ളയുമായിട്ട് നേരത്തെ തീർക്കേണ്ട ചില കണക്കുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മകളുമായി പറഞ്ഞ് അവസാനിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. സോ യു നോ ഹി വാസ് മിസ്സിംഗ്. അതിൽ കൂടുതൽ എനിക്കറിയാമെന്ന് കരുതിക്കോളൂ. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിച്ചത്? പറയാനും പങ്കുവയ്ക്കാനുമുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളായതുകൊണ്ട്. ആർ യു ഫ്രം ദ പോലീസ്? നോ, ഐ വാസ് ഇൻ പോലീസ്. ഡിപ്പാർട്ട്മെന്റ് എന്നെ പുറത്താക്കിയായിരുന്നു. സോ മച്ച് ദി ബെറ്റർ. വി വിൽ ഗെറ്റ് ഓൺ ടു ബിസിനസ്. യെസ്. എനിക്കൊരു കുറ്റസമ്മതം നടത്താനുണ്ട്. എന്താ സംശയമുണ്ടോ? എടാ പരത്ത വൈദ്യരെ, പത്മനാഭുള്ളയുടെ കണ്ണിലിടാനുള്ള പൊടിയൊന്നും നിന്റെ കയ്യിൽ ഇല്ലടാ. കോടിക്കണക്കിനുള്ള പണം അത് നിനക്ക് മാത്രം സ്വന്തമാക്കാന്ന് കരുതി അല്ലേ? സംഭവിക്കുന്നു. പക്ഷേ ഒന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ഇവിടെ, റൈറ്റ് ഇൻ ദിസ് റൂം. തുറക്കാം. ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മുഴുവൻ അതേപടി തന്നെ ഉണ്ട്. പക്ഷേ അത് ഈ പെട്ടിയിലല്ലെന്ന് മാത്രം. ജീവിച്ചിരിക്കുന്ന പത്മനാഭപിള്ളയെ അന്വേഷിക്കുന്ന പോലീസിന്റെ ദൃഷ്ടിയിൽ ഒരു കുഴിമാടം പെടാത്തതിൽ അത്ഭുതമില്ല. ബട്ട് മീര, നീയോ ഞാനോ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അറിയില്ല. എവിടെയൊക്കെയോ വിതച്ചത് ഇവിടെ കൊയ്തു. പേടിയാ. എനിക്കെല്ലാത്തിനോടും പേടിയാ. പത്മനാഭപിള്ള മരിച്ചല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഒരു രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കഥയല്ല സാർ അത്. അനുഭവിക്കാനല്ലെങ്കിൽ ഇത്രയും വലിയ ചതി ചെയ്ത് എന്തിനത് സ്വന്തമാക്കി? അറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയൂ. ആ സ്വത്ത് കൈവശം വന്ന അന്ന് മുതൽ ഞാനൊരു ട്രാൻസിൽപ്പെട്ട പോലെയായി. വേറെ ആർക്കും പങ്കിടാതെ എൻ്റെ അധീനതയിൽ എൻ്റെ മാത്രം ഒന്നായി. ആ കോടികൾ മുഴുവൻ അതിൻ്റെ ലഹരി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെന്തിനിപ്പോൾ അത് പങ്കിടുന്ന കാര്യം സൂചിപ്പിച്ച് മീരയ്ക്ക് കത്തയച്ചു?
മരണശേഷം കൊടുക്കാൻ നിങ്ങൾക്ക് അനന്തരാവകാശികളുണ്ടോ? ഇല്ല, ആരുമില്ല. എനിക്ക് തിരിച്ചു പോണം. എനിക്ക് ആരുടെയും പാപത്തിന്റെ പങ്ക് വേണ്ട, ഒരു ചില്ല് പോലും വേണ്ട. മീര തീരുമാനിച്ചുവെങ്കിൽ വെൽ ഡോക്ടർ, വി ആർ ഗോയിങ് ബാക്ക്. നോ, സ്വത്തിൽ പകുതി കൊണ്ടല്ലാണ്ട് മീര പോവില്ല. ഞാൻ എന്ത് പാപം ചെയ്തിട്ടായി ശാപം കിട്ടിയ സ്വത്ത് എന്റെ നേർക്ക് നീട്ടുന്നത്? പ്ലീസ് മീര, തിങ്ക് വെൽ. ഇപ്പൊ തന്നെ ഏറെ വൈകി. പ്ലീസ്, പുലർച്ചെ വരെ സമയമുണ്ട്. ആലോചിച്ച് നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കേ. ചതിച്ചും തട്ടിച്ചും സ്വന്തമാക്കുക, എന്നിട്ട് ഒന്നും അനുഭവിക്കാതെ അതും കെട്ടിപ്പിടിച്ചിരിക്കുക. ലഹരി അത്രേ, മുഴുഭ്രാന്തൻ. സ്വയം മോശമല്ലാത്ത വട്ടുള്ളത് കൊണ്ടാവാം ഡോക്ടർ ക്രിസ്റ്റിയുടെ മനസ്സ് എനിക്ക് വായിക്കാം. അയാൾ ഒരു പാവം ഭൂതമാണ്. നിധി സ്വന്തമാക്കുവാൻ അയാൾ എന്ത് അതിക്രമവും ചെയ്യും. പിന്നെ നിർവൃതി മുഴുവൻ അതിന് കാവലിരിക്കുന്നതിലാണ്. പൊസഷൻ, ദ ഇറസിസ്റ്റിബിൾ ഗ്രീഡ് ഫോർ ഇറ്റ്. നിധി കാക്കുന്ന ഭൂതത്തിന് നിധിയുടെ കാവൽ ചുമതല മറ്റൊരു ഭൂതത്തെ ഏൽപ്പിക്കാതെ പിൻവാങ്ങാനും വയ്യ. അങ്ങനൊരു ഭൂതമാവാൻ എനിക്ക് മനസ്സില്ല. ഇല്ലേ? ഇല്ല. Then good night. കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ഒരു 3-4 പഫ് എടുത്ത് കാണും. നീ ഇന്നലെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു, പക്ഷെ അതയാളുടെ മരുന്നല്ലേ? നമ്മൾ രാത്രിയിൽ കണ്ടത് അയാളുടെ യഥാർത്ഥ മരുന്നാണ്, ആസ്മ ഇൻഹെയിലർ. See this. ആരോ ഇത് മാറ്റിയിട്ടുണ്ട്. ഓ ഗോഡ്, ഡബിൾ അറ്റംപ്റ്റ്. ട്രൈബൽസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് നേർത്ത മുളന്തണ്ടിലൂടെ ഊതിവിടും. പക്ഷേ ഈ ട്രൈബൽ കണക്ഷൻ എനിക്കത് മേക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു 20-25 വയസ്സ് പ്രായം, ലീൻ, 60-65 കിലോ തൂക്കം. മീരയെ എന്ത് തരാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയത് അത് പോയി കഴിഞ്ഞു. ഒരു ഇടംകയ്യനെ ഞാനിവിടെ കാണുന്നു. എങ്ങനെ അറിയാം? ലുക്ക്, വാതിൽ തുറന്നൊരാൾ വരുന്നു, ഇടംകയ്യൻ. ക്രിസ്റ്റി ഓൾറെഡി പോയിസൺഡ് ആണ്. ഇൻഹെയിലറിലൂടെയുള്ള വിഷം കൊണ്ട് അയാൾ മരിച്ചിരിക്കണം. നോ, ഹി വാസ് എലൈവ്. ഇടംകയ്യൻ വരുന്നു, ഈ ബെഡ് മാറ്റിയിടുന്നു. അയാൾ വലങ്കയ്യനാണെങ്കിൽ ബെഡ് ഇവിടെ നിന്നായിരിക്കും മാറ്റിയിടുക. ബെഡ് മാറ്റി താഴെയുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്റ്റി അത് തടയുന്നു. ക്രിസ്റ്റിയെ തട്ടി മാറ്റിയിട്ട് അയാൾ ഈ ആംഗിളിൽ നിന്ന്, അല്ല കുറച്ചുകൂടി താഴെ നിന്ന് വിഷമുള്ള ഊതിക്കൊള്ളിക്കുന്നു. ഇതാണ് അതിന്റെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ. പക്ഷേ എന്തിനൊരു സെക്കൻഡ് അറ്റംപ്റ്റ്? ഒന്നുകിൽ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ വിഷമുള്ളോ, ഏതെങ്കിലും ഒന്ന് പോരായിരുന്നു. കൊല്ലാൻ ഇത് പോരാ. ദാറ്റ് മീൻസ് അവർ 2 പേരുണ്ട്. ഇൻഹെയിലറിലെ വിഷം തളർത്താൻ വേണ്ടി മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാ, ഇത് വെറും മോഷണ ശ്രമമല്ല, ഒരു റിവഞ്ച് മോട്ടീവ് കൂടിയുണ്ട്. വെറും മോഷണമാണ് ഉദ്ദേശമെങ്കിൽ ക്രിസ്റ്റിയെ കെട്ടിയിടുകയോ ബോധം കെടുത്തുകയോ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്റ്റി
ഒരു ആസ്മ രോഗിയാണെന്ന് അറിയാവുന്ന ആരോ ഒരാളാണ് ഇത് ചെയ്തത്. ദാറ്റ് മീൻസ് ക്രിസ്റ്റിയുടെ ഭൂതകാലവുമായി ബന്ധമുള്ള ആരോ ഒരാൾ. ഒരു നങ്കൂരം, പിന്നെ ഒരു ട്രൈബൽ. എന്തോ ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. ട്രൈബലിന്റെ കൂടെയുള്ള ആള് കടലും ബോട്ടും ഒക്കെയായി ബന്ധമുള്ള ആരോ ഒരാളാണ് തീർച്ച. കയറിലൂടെ വലിഞ്ഞിറങ്ങി വലിയ ശീലമില്ലാത്ത ഒരാളാണ്. ഇത് കണ്ടോ, ഭാരമുള്ള എന്തോ ഒന്ന് ഇതിലൂടെ കെട്ടിയിറക്കി വലിച്ചടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് മുകളിൽ പൊട്ടിയ ആസിഡിന്റെ മണമാണ്. സംഭവം നടന്ന് ഇത്രയും കഴിഞ്ഞിട്ടും ഇതിന്റെ രൂക്ഷഗന്ധം പോയിട്ടില്ല. ഇതൊന്നു മാത്രം മതി അവർ മണത്ത് കണ്ടുപിടിക്കാൻ. കൊലപാതകികൾ കൊള്ളമുതലുമായി രക്ഷപ്പെടും മുമ്പേ എനിക്ക് അവരെ ട്രേസ് ചെയ്യണം. കൊള്ള മുതലും അതിന്റെ ശാപവും ഒക്കെ അവർക്കിരിക്കട്ടെ. ബാലുമാമ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? പോലീസ് അറിഞ്ഞു വരുമ്പോ 16 കൊല്ലം മുമ്പ് നടന്ന ബാങ്ക് റോബറി മുതൽ ഡോക്ടർ ക്രിസ്റ്റിയുടെ മരണത്തിന് വരെ നമ്മളാവും പ്രതികൾ. പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പ്രയാസമുള്ളതാണ് നടന്നത് പലതും. അതൊക്കെ കൺവിൻസ് ചെയ്യിച്ച് അവരെ വഴിക്ക് കൊണ്ടുവരുമ്പോഴേക്കും മറ്റേ കക്ഷികൾ രക്ഷപ്പെടും. അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കാവുന്നില്ല. ഒരു കുറ്റാന്വേഷകന്റെ ദൗർബല്യമായിട്ട് മാത്രം നീ ഇപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മതി.